ഹായ് ഗായ്സ്, വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. അങ്ങനെ ഒരു ദിവസം ഗ്യാപ്പ് കഴിഞ്ഞ് ഞങ്ങൾ സസ്പെൻസ് പൊളിക്കാൻ പോവാണ്. പക്ഷേ സസ്പെൻസ് എപ്പോ പൊളിക്കും? ഇപ്പൊ പൊളിക്കൂല, ഇടയിലായിരിക്കും ഞങ്ങൾ സസ്പെൻസ് പൊളിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ്. ഇപ്പൊ പ്രിയാസ് റൂം ടൂർ ആണ്. ഞങ്ങൾ വേറൊരു രാജ്യത്താണ്. അപ്പൊ റൂം ടൂർ അപ്പൊ നിങ്ങൾ കൊറേ സ്ഥലങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഇത് ഈ എപ്പിസോഡിൽ അറിയാൻ പറ്റും എവിടെയാണ്. ആദ്യം തന്നെ ഒരു മിറർ ഉണ്ട്. നമുക്ക് ഇനി തൊട്ട് നമുക്കൊരു കാര്യം മനസ്സിലായി. ട്രിപ്പിന്റെ തുടക്കമൊക്കെ നമുക്ക് ഹോട്ടൽസിൽ നിൽക്കാം, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്ലാറ്റ് പറ്റുള്ളൂ. ഇതൊരു എയർബിഎൻബി ഫ്ലാറ്റ് ആണ്. എന്താ വെച്ചാ അതാണ് നമുക്ക് കുറച്ചും കൂടെ സൗകര്യം. ലഗേജ് വെക്കാനുള്ള റൂം കിട്ടുന്നില്ല. പിന്നെ വേദുന്റെ കുപ്പി കഴുകാനാണെങ്കിലും നടക്കാനാ അതാണ് മെയിൻ. ഡ്രസ്സ് നനച്ചില്ലെങ്കിൽ എന്റെ ദൈവമേ, ഡ്രസ്സ് ഇപ്പൊ 2 മാസത്തോളം ആകുന്നുണ്ടല്ലോ ആക്ച്വലി അല്ലേ. അപ്പൊ ഡ്രസ്സ് നനയ്ക്കണം. അപ്പൊ കാണിച്ചേട്ടെ, ഇതൊരു കബേർഡ് ഉണ്ട്. ശരിക്കൊരു വീട് മാതിരി തന്നെ. നമുക്ക് വീട് മിസ് ചെയ്യില്ല ഹോം എയർബിഎൻബി ആവുമ്പോ. അല്ല ഇതാ വേദ ഓടി ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഫുൾ വുഡൻ ഫ്ലോറിംഗ് ഒക്കെ ആണല്ലോ. അത് അബ്രോഡ് എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിട്ടുണ്ടോ. എന്താ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഏത് സ്ഥലത്താണ്? അമേരിക്ക, അർജന്റീന. ഞങ്ങളുടെ ബെഡ്റൂം ഇപ്പോഴും നിങ്ങൾ വേണമെങ്കിൽ ഗസ് ചെയ്തോട്ടാ എവിടെയാണ്. കംഫി ബെഡ് ഉണ്ട്. മെയിൻ ആയിട്ട് എയർബിഎൻബിയിൽ ഹെഡ് ബോർഡ് ഉണ്ട്. സോ വേദുവിന്റെ തല ഇടിക്കില്ല, അത് അത്യാവശ്യമാണ്. നമ്മൾ എന്തൊക്കെ നോക്കണല്ലേ, ഒരു ബെഡ്റൂമില് ബെഡില് ഹെഡ് റൂം ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കൗച്ച് ഉണ്ട്. അതിനത് പുൾ ഔട്ട് ആണ്, ബെഡും ആക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ടേബിൾ ഉണ്ട്. ഭയങ്കര സംഭവം ഒന്നല്ല, പക്ഷെ പ്രാക്ടിക്കൽ, ക്ലീൻ, സ്പേഷ്യസ്. വാ ഇനി അങ്ങോട്ട് പോവാം. ഇനി ഞങ്ങളുടെ വ്യൂ. അത് സംഭവമാണ്. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന എന്തൊരാള് ഇവിടെ ഓടി ഓടി. അപ്പൊ ഇവിടെ നമ്മൾ ഡോറ് വന്നു അപ്പുറത്തൂടെ. ഇവിടെ എത്തും. ഇവിടത്തെ ഇത് നല്ല ഏരിയ അല്ലേ? നല്ല ഏരിയ. ഞാൻ ഇവിടുത്തെ വ്യൂ നോക്കട്ടെ. ഓ മൈ ഗോഡ്, നൈസ്. ഇതിപ്പോ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും സിംഗപ്പൂർ ആണെന്ന്. അങ്ങനെ വിചാരിക്കില്ല, സിംഗപ്പൂർ കുറച്ചുകൂടെ പുതിയ ബിൽഡിങ്സ് അല്ലേ. അപ്പൊ സിംഗപ്പൂർ അല്ലാന്ന് മനസ്സിലായി. അപ്പൊ ദുബായ് ആണോന്ന് ചിലപ്പോ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു കരാമയുടെ ഒക്കെ ലുക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് പോസ് ചെയ്ത് നിങ്ങൾ ക്രോപ്പ് ഒക്കെ ചെയ്താൽ കാണാം അർജന്റീന ഗ്രിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഒക്കെ കാണാം. അപ്പൊ അർജന്റീന ആണോ? അപ്പൊ നമ്മുടെ കിച്ചൺ ഇതാണ്, ഞങ്ങളുടെ ബിഗ് കിച്ചൺ. നമുക്ക് ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഡിന്നർ കഴിക്കാം, ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്യാം. ഫ്രിഡ്ജ്, ഇപ്പൊ വന്നു നമുക്ക് ലോങ് ട്രാവൽ, നമുക്കൊരു വെക്കേഷൻ കുറച്ച് നാളത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു റിസോർട്ടോ ഹോട്ടൽസ് എടുക്കാം. പക്ഷെ ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ട്രാവൽ ആകുമ്പോൾ നമുക്ക് മച്ച് ബെറ്റർ എയർബിഎൻബീസ് ആണ്. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിലും പെട്ടെന്ന് ചൂടാക്കി കഴിക്കണമെങ്കിലും, വേദുവിന്റെ അല്ലെങ്കിൽ ഡിഷസ് കഴിക്കണമെങ്കിലും ബാത്റൂം ക്ലീൻ ആണ്. ബാത്റൂം ഇതാണ് ഞങ്ങളുടെ വെരി നൈസ്, വെരി നൈസ്. മിററിലും ലൈറ്റ് ഉണ്ട്. വാഷിംഗ് മെഷീൻ, ദൈവമേ, ഇത് നമുക്ക് യാത്ര ചെയ്യുമ്പോ ഇതാണ് അത്യാവശ്യം. നല്ലൊരു വലിയ ക്യൂബിക്കിൾ ഉണ്ട് എല്ലാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഈ സ്ഥലത്ത് എത്തിയത് കൊണ്ട് ഇന്ന് വി ആർ ടേക്കിംഗ് എ ഡേ ഓഫ്. കാരണം ഹൗ ടയേർഡ് വി ആർ. ഡേ ഓഫ് എന്ന് പറഞ്ഞാലും വ്ളോഗിങ് നമ്മൾ നിർത്തില്ല. പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് ഏരിയ കാണിച്ചു തരാം. നല്ല വാക്കബിൾ ഏരിയ ഉണ്ട്, ബ്യൂട്ടിഫുൾ ആണ്. അല്ലാതെ നല്ല ഒരു സ്ഥലത്ത് പോയി ഇന്ന് ഈ ഒരു സ്ഥലത്ത് പറ്റിയൊരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കാം. അപ്പൊ ഞങ്ങൾ ഒന്ന് പോയി ഫ്രഷ് ഒക്കെ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും ഒന്ന് നടക്കാൻ ഇറങ്ങാം. ഈ സംഭവം കാണിച്ചു തരാം അല്ലേ.
അപ്പോൾ ഗൈസ് ബാക്കിയുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കിഡ്ലൻ ആപ്പ് പരിചയപ്പെടുത്താനുണ്ട് ആൻഡ് ഐ എം ഷുവർ ഇറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓൾസോ ടു പ്രസന്റ് ദിസ് ബ്രാൻഡ് ആൻഡ് ദിസ് ആപ്പ് ടു യു ഗൈസ്. Storytel എന്ന് പറഞ്ഞ ഒരു ഓഡിയോ ബുക്ക് ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നത്തിങ് ബീറ്റ്സ് നോളജ് ആൻഡ് നോളജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവിനെ ഏറ്റവും കൂടുതൽ ഉയർത്തുന്നത് എന്താണ്? പുസ്തകങ്ങളാണ്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മിക്കവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും ബുക്ക് വായിക്കാൻ സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് വായിക്കാനുള്ള പേഷ്യൻസ് കാണില്ല. അങ്ങനത്തെ ഒരുപാട് വിഷയമുള്ള സ്ഥലത്ത് ഒരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഈ Storytel എന്ന് പറഞ്ഞൊരു ആപ്പ്. നമുക്ക് എന്താ ബേസിക്കലി ഓഡിയോ ബുക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് ഓരോ ബുക്കുകളിലുണ്ടല്ലോ അത് അവർ വായിച്ച് നമുക്ക് വായിച്ചു തരുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ആ സെയിം ഫീലിംഗ് ആണ് നമുക്ക് ഈ ആപ്പിൽ കൂടെ നമുക്ക് ബുക്ക് ചെയ്യിക്കാം. ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് സമയമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ബുക്ക് വായിക്കാൻ, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. ആൻഡ് ഞാൻ ഒരുപാട് വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പൊ ചാനലൊക്കെ തുടങ്ങി പിന്നെ പറ്റുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Storytel ആപ്പിൽ കൂടെ നമുക്ക് ബുക്സ് ഡൗൺലോഡ് ചെയ്യാം. ദാറ്റ്സ് എ വെരി ബിഗ് അഡ്വാൻറ്റേജ്. കാരണം അറിയാമല്ലോ നമുക്ക് നെറ്റ്സ് ഒക്കെ ലിമിറ്റഡ് ആണ് ട്രാവൽ ചെയ്യുമ്പോൾ, ഫ്ലൈറ്റ്സിലൊന്നും കിട്ടില്ല. ഞാൻ ഫ്ലൈറ്റ്സിലും പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു Storytel ആപ്പ് ഉപയോഗിക്കുന്നത്. സോ അത് നമ്പർ 1, ഓഫ്ലൈൻ മോഡ് ഉണ്ട്. നമ്പർ 2, നമുക്ക് ഈവൻ നമ്മുടെ നരേഷൻ, ഇവർ ഈ സ്റ്റോറി പറയുന്നത് അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്ന സ്പീഡ് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ചിലർക്ക് കൂടുതൽ സ്പീഡിൽ കേൾക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് പതുക്കെ കേൾക്കാനായിരിക്കും താല്പര്യം. സോ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആൻഡ് ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ ഒരുപാട് ഡിഫറെന്റ് ഭാഷകളിലുള്ള ബുക്സ് ഉണ്ട്. ആൻഡ് ഇപ്പം എന്നോട് ഒരു സജഷൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി അറിയാലോ ഈ മോട്ടിവേഷണൽ ബുക്സും ടൈം മാനേജ്മെന്റ്, ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം മാനേജ്മെന്റ് ബുക്സ് ആണ്. അപ്പോൾ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു കിഡിലൻ ബുക്ക് ഉണ്ട്, അത് ഇംഗ്ലീഷിലാണ്. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളം, ആ തവളെ തിന്നു എന്ന് പറഞ്ഞ മലയാളം ബുക്കും ഈ ഒരു ആപ്പിൽ തന്നെയുണ്ട്. സോ ഇംഗ്ലീഷ് ബുക്കിന്റെ തന്നെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അതല്ലാതെ ഒരുപാട് നല്ല ബുക്സ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ആപ്പ് ട്രൈ ചെയ്യുക. ഐ എം ഷുവർ യു വിൽ ഫൈൻഡ് വാട്ട് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോണ്ടന്റ് അത് കാണും. എല്ലാ ദിവസവും എന്തെങ്കിലും ഇങ്ങനെ കേൾക്കാൻ നോക്കുക. ഫ്രീഡം ഓഫർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് August 31st വരെ. അപ്പോൾ ഈ Storytel ആപ്പിന്റെ സബ്സ്ക്രിപ്ഷൻ ഫോർ എനി ഇന്ത്യൻ ലാംഗ്വേജസ് ഓഡിയോ ബുക്സിന് 59 rupees ഉള്ളൂ ഫോർ 1 month, and for 6 months it's only 345 rupees. So it's incredibly affordable and it's a perfect time to start this incredibly good habit. സോ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ലിങ്ക്സ് ഒക്കെ കൊടുക്കാം. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ആപ്പ് സ്റ്റോർ ഓർ ഗൂഗിൾ പ്ലേ ആൻഡ് ഡു ട്രൈ ഔട്ട് ദിസ് ആപ്പ്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് എനിക്കൊന്ന് ഒരു മാസത്തില് ഇപ്പൊ നമ്മളിവിടെ എത്തിയല്ലോ, എവിടെയാത് ഇപ്പോഴും ഗസ് ചെയ്യില്ല, ഗസ് ചെയ്ത് കാണുമല്ലേ. ഓക്കെ, ഒരു മാസം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ കിടക്കാൻ പറ്റി. ഫീലിംഗ് എ ബിറ്റ് മോർ ഫ്രഷ്. മുഖത്ത് അത് കാണാൻ പറ്റില്ലെങ്കിൽ അതിവിടെ ഡള്ളായിട്ട് ആയതുകൊണ്ട് മുഖം ശരിക്കും ഫ്രഷ് ആണ്. ആൻഡ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ല അപ്പാർട്ട്മെന്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരണം. അടിയിലൊക്കെ എങ്ങനെയാണ് ഒരു ലോക്കൽ നെയ്ബർഹുഡ് കൊടുത്തത്, കാരണം അതൊക്കെ ഒന്ന് കാണണം. ടൂറിസ്റ്റ് പ്ലേസസ് മാത്രം പോരാ, നമ്മൾ ഔട്ട്സ്കേർട്സിലാണ് താമസിക്കുന്നത്. സോ ഇവിടുത്തെ ഒരു ലോക്കൽ നെയ്ബർഹുഡ് എങ്ങനെയാണ്, ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ്, അതൊക്കെ അറിയണം, എല്ലാവരും അറിയണം. സോ ദാറ്റ് യു ഹാവ് എൻ ഐഡിയ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു എന്താ പറയുക, ഒരു റിച്ച് രാജ്യമല്ല. ഓക്കെ, ആൻഡ് എന്തായാലും അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. മഴയായിപ്പോയി, അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ്. ഡിന്നറിന് എങ്ങനെയാണെങ്കിലും നമ്മൾ പോവും, പക്ഷേ പ്രിയക്ക് കോഫി വേണം. ഓടി നടക്കുന്നുണ്ട്. അപ്പൊ പ്രിയക്ക് കോഫി വേണം. അപ്പോ ഞാൻ കേട്ടത് ഈ ബിൽഡിങ്ങിൽ തന്നെ, ഈ വെളി പോണ്ട ബിൽഡിങ്ങിൽ തന്നെ കോഫി ഷോപ്പ് ഉണ്ടെന്ന്. അതൊന്ന് പോയി നോക്കാം. അങ്ങനെയാണെങ്കിൽ പ്രിയ ഹാപ്പി അല്ലേ? ബിൽഡിങ്ങിൽ തന്നെ കോഫി ഷോപ്പ് ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷം. ഏതും പാവം, അവന് ആദ്യമായിട്ട് ഉച്ചയ്ക്ക് കുറെ നാൾ കഴിഞ്ഞ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കറക്കുമല്ലേ, ആ ഒരു സന്തോഷമാണ് ഇപ്പോഴും മുഖത്ത് അല്ലേ? യെസ് എന്ന് പറഞ്ഞേ, യെസ് എന്ന് പറ, നോ യെസ് എന്ന്. ഓ കറക്റ്റ് ടൈം പറയാ, ജസ്റ്റ് ഒരു അപ്പാർട്ട്മെന്റ് കാണിക്കാൻ പറ്റും. മഴ നിന്നു, നല്ല വെതർ അല്ലേ? എന്തൊരു സന്തോഷം. 15th ഫ്ലോറാ അപ്പാർട്ട്മെന്റ്. ഈ ഒരു സ്ഥലത്തേക്ക് പഴയതാണ്. ഞാൻ കുറെ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടിയത്. ആക്ച്വലി ഇതല്ല നടന്ന സംഭവം. എന്താ പറയാ, നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ വേറൊരു Airbnb എടുത്തത്. സിറ്റിയുടെ മെയിൻ സ്ഥലത്ത് ഒരു Airbnb എടുത്തു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് അകം കുഴപ്പമില്ല, ബിൽഡിംഗ് ഭയങ്കര പഴയതായിരുന്നു. പിന്നെ അകം ഒരു ഡൾനെസ് ആയിരുന്നു. നമുക്കൊരു മനസ്സിനൊരു പോസിറ്റീവ്, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ താമസിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടണം, ഒരു പോസിറ്റീവ് എനർജി കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ അപ്പം അവിടെ നിന്ന് പോകും. അങ്ങനെയാണ് നമ്മളെ ഒരു സംഭവം. എന്നാലേ നമുക്ക് ഹാപ്പി ആയിട്ട് വ്ളോഗ് എഡിറ്റ് ചെയ്യാനും അതൊക്കെ പറ്റുള്ളൂ. പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് അതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ പഴയതാണ്, മെയിൻറ്റൈൻഡും ആയിരുന്നില്ല. സ്പേഷ്യസ് ഒക്കെയാണ്, പക്ഷെ മെട്രോയിന് ഒരു 4 മിനിറ്റ് പോലും നടക്കാനില്ല. അതൊക്കെ കൊണ്ട് എടുത്തത്. പക്ഷെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് മാറി ആൻഡ് ഇപ്പം ഒരു നല്ല സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ആൻഡ് ഇത്
നമുക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് 2-3 സാധനങ്ങൾ. ഞാൻ രാവിലെ പോയപ്പോഴേ ക്ലിനിക് ഉണ്ട്, ഹോസ്പിറ്റൽ പോലെ ഉണ്ട്, ബ്യൂട്ടി പാർലർ ഉണ്ട്. ഇവിടെ ഉള്ള എല്ലായിടത്തും ഉണ്ട് അല്ലേ? റഷ്യയിലും ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. അതിന്റെ അടിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് കാണും, പ്ലസ് അടിയിൽ ജിം കാണും, അതെ, പിന്നെ അതിന്റെ അടിയിൽ ഒരു ക്ലിനിക്ക് കാണും. ഇതൊക്കെ അത്യാവശ്യമല്ലേ? ബ്യൂട്ടി പാർലർ അത്യാവശ്യമാണോ? പിന്നെ ആണോന്നോ? വേറെ മാസം കോവിഡ് ആയിട്ട് എന്താ പറയാ, വീട്ടിൽ അടച്ചുപൂട്ടി ഇരിക്കുമ്പോ അറിയാം പാർലറിന്റെ ആവശ്യം എന്താണ്. ആൾക്കാരെ മനസ്സിലാവൂല. ഇത് കണ്ട, ഫുഡ് മാർക്കറ്റ് അല്ല, ബിയർ മാർക്കറ്റ്. ഇത് ബിയറിന് വേണ്ടി മാർക്കറ്റ് അപ്പാർട്ട്മെന്റ് അകത്ത്. അപ്പൊ സ്ഥലം ഫുൾ ഒരു പാർട്ടി പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബില്ലിയാർഡ്സ് കളിക്കാൻ ഒരു സ്ഥലം. അതേ പറഞ്ഞ ക്ലിനിക്ക് കണ്ട, ആ ചുമന്ന ബോർഡുള്ളതാണ് ക്ലിനിക്ക്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയൊരു ക്ലിനിക്കും ബ്യൂട്ടി പാർലറും ഒരേ ബിൽഡിങ്ങില്. വാ, ഞാൻ പറയില്ല ഇവിടെ കാണുന്നത്. ക്ലിനിക്ക്, ബ്യൂട്ടി പാർലർ. ഇതെന്താ? ഇത് കൊള്ളാലോ. ഒരു ആളുടെ തലയാണ് കാണുന്നത്, എന്താന്ന് അറിയില്ല, നോക്കട്ടെ. കാർ വാഷ് ഉണ്ട്, ഇതിന്റെ അടിയിൽ കാർ വാഷ് എല്ലാം ഉണ്ട്. വെളിയിൽ പോകണ്ട അല്ലേ, അത്യാവശ്യത്തിലുള്ള എല്ലാം ഉണ്ട്. പ്യുവർ എന്ന് പറഞ്ഞ ബ്യൂട്ടി സലൂൺ, നല്ല രസമുണ്ട്. ഇതിന് ഭയങ്കര പേടിയാട്ടാ വെള്ളം. അത് ഒരു തവണ മഴയല്ല, അത് ബൈക്കിന്റെ എന്ന സൗണ്ടാ. ഇടി വെട്ടുന്നു. വാ, ഞാൻ ഹാർലി ഡേവിഡ്സൺ ബൈക്കാന്ന് വിചാരിച്ചു. വേദൂരം അവിടെ കൊച്ചിയിലെ ബാത്റൂമിൽ വീണേ പിന്നെ വെള്ളം ഭയങ്കര പേടി. അതുകൊണ്ട് നമുക്ക് നല്ലതാ, നനഞ്ഞ സ്ഥലത്ത് ഓടില്ല. കാറ് വരുന്നു പറയാ, സൈഡിൽ കൂടെ നടക്കും. നടക്കില്ല, നമ്മൾ എടുക്കണം. ചാടി പോകും. ഇവിടെയും കുറെ ചെടികളുണ്ടല്ലേ, ഫുൾ ചെടികളാ. ഈ കാടും ഫുൾ ചെടികളാന്ന് പറയുന്ന പോലെ, കാട് ഫുൾ ചെടികളാന്ന് പറയുന്ന പോലെ. ഏതോ കോഫി ഷോപ്പ് അപ്പുറത്തെ സൈഡിലാ പറയാ. ഞാൻ ഇത് അപ്പാർട്ട്മെന്റ് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നടന്നതാ. അത് നടക്കണം, വെയിലില്ലല്ലോ, പിന്നെന്താ. അതെ, പള്ളി ഉണ്ടല്ലോ പറയാ, അടിപൊളി. ഓ നോക്ക്, അതൊന്ന് അടുത്ത് പോയി കാണിക്കണം. ബാ പ്രിയ, ദേ ഹോം ഡെക്കോർ കടയുണ്ട്. കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതാ, ലൈറ്റ്സിന്റെ ഹോം ഡെക്കോറിന്റെയും കടയും ഈ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ ഉള്ളില്. കുറെ ടോയ്സും ഉണ്ട്. ഇത് ചെറിയ ഇതാ, ഒരു മറ്റേ പ്രൊവിഷൻ സ്റ്റോർ പോലെ. അത്യാവശ്യം പ്രിയ, അവിടെ ബ്യൂട്ടി പാർലർ അല്ലേ, ഇവിടെ കോസ്മെറ്റിക് സർജറി ചെയ്യുന്ന സ്ഥലം, ലേസറും മറ്റേ സംഭവമൊക്കെ. ഒരു കാര്യം പറയട്ടെ, ബ്യൂട്ടി അല്ല, അപ്പിയറൻസ് കോൺഷ്യസ് ആണ്. അത് വേണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഓൾവേസ് ഗെറ്റ് ഗ്രൂംഡ് വെൽ. മെട്രോയിലൊക്കെ പോകുമ്പോ വയസ്സായവരാണെങ്കിലും അവരെ കയ്യും കാലൊക്കെ കണ്ട നമ്മള് നാണം കെട്ടും. അത്രയും ഭംഗിയായിട്ട് അവര് വച്ചിരിക്കുന്നത്. നെയിൽ പോളിഷ് ഇട്ട് ആൻഡ് നെയിൽസ് കാലിലാണെങ്കിൽ കൂടെ ഭയങ്കര വൃത്തിയായിട്ടാ വച്ചിരിക്കുന്നത്. ഈ ചേർച്ചേ, നമ്മുടെ സബ്സ്ക്രൈബർ, നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, ഈ ചേർച്ചസിന്റെ ഈ മേളിൽ എന്താ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതെന്ന്, ഒരു പള്ളിയുടെ, ഒരു മുസ്ലിം പള്ളിയുടെ. എന്നോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്റേഴ്സ് അല്ലേ, അതുകൊണ്ട് സ്നോ ഒഴുകി പോകാനാണ്, അല്ലെങ്കിൽ സ്നോ കെട്ടി നിൽക്കാതിരിക്കാനാണ് അധികം എന്നാണ് പറഞ്ഞത്. എനിക്ക് എത്ര സത്യം അറിയില്ല, പക്ഷെ അതൊരു ലോജിക്കാണ്. ഇല്ല, എന്നാലും മറ്റേതുപോലെ വെയിറ്റ് കാരണം അങ്ങനെ നിൽക്കില്ലല്ലോ, അറ്റ്ലീസ്റ്റ് മെൽറ്റ് ആകുമ്പോൾ ഒലിച്ചു പോവില്ലേ. ദാറ്റ്സ് എ ഗുഡ് ലോജിക്. അയ്യാ, അതുകൊണ്ടായിരിക്കും, അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് നിന്ന് എടുത്തതെന്ന്. മേ ബി അത് നല്ലൊരു ലോജിക് ആണ്. ഈ ജിമ്മു ദില്ലൊന്നും വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. നല്ല രസമുണ്ട്. ഏതോ ഹിസ്റ്റോറിക് ചേർച്ചിലായിരിക്കും കേട്ടോ. നമ്മളിപ്പോ ഇവിടെ ഒന്നും റിസർച്ച് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. പക്ഷെ കണ്ട കാഴ്ച തന്നെ അടിപൊളി. ചിലവർക്കൊക്കെ അറിഞ്ഞു കാണും, ആർക്കറിയാം, നമ്മുടെ ആൾക്കാരല്ല, സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ നമുക്ക് പറ്റിക്കാതെ പറ്റില്ല എപ്പോഴും. ആക്ച്വലി എനിക്ക് തോന്നുന്നേ ഡിന്നറിന് വെളിയിൽ പോകണ്ട, നമുക്ക് നല്ലതാണോ അല്ലെന്ന് അറിയില്ല, പക്ഷേ ഈ ജോർജിയൻ ഫുഡ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ സ്ഥലത്ത്. ജോർജിയ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ജോർജിയൻ ഫുഡ്. ഓ, വലിയ ഐഡിയ, എന്തൊരു തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ ഐഡിയ. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കഴിച്ചാലോ ഡിന്നർ. നോക്കാം, ലെറ്റ്സ് സീ. ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റ് അകത്താ പറയാ. എല്ലാ അപ്പാർട്ട്മെന്റ് അകത്ത് തന്നെയാ.
കണ്ട എന്ത് ക്യൂട്ട് ഇത് കഫേ. പ്രിയ വാവ് വരെ റെഡി ആയിക്കോ. എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഒത്തു വരുന്നത്? ആയിട്ടില്ല. കണ്ടോ കണ്ടോ എന്താ സംഭവം നിങ്ങൾ തന്നെ നോക്കിക്കോ. ഒരു ലേക്കിന്റെ ഒരു കിടിലൻ വലിയ ലേക്കിന്റെ തൊട്ട് തീരത്ത് ഒരു വാക്കിംഗ് ട്രാക്ക് ഒക്കെ വെച്ചാണ് നമ്മുടെ താമസം. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പ്രിയ ഇവിടെ. Oh, just see this. Oh, wow. Wow. Wow, വേദു എന്താ ഇത്? ബീച്ച് പോലെയൊക്കെ ഉണ്ട്. I didn't expect this. സത്യമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തില്ല കേട്ടോ. ഇതേ അറിഞ്ഞിട്ടേ ഇല്ല ഇവിടെ. And what a beautiful place. What a beautiful place. ഇതേ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്നു. ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങുന്നതായിരിക്കും. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ആ അപ്പൊ അവിടെ കുറച്ച് ലൈറ്റ് കാണുന്നുണ്ട്, ഇവിടെയും കുറച്ച് ലൈറ്റ് കാണുന്നുണ്ട്. കോഫി വിൽക്കാറും ഇവിടെ ഇരുന്ന് കുടിച്ചാലോ? ഏത് സൈഡ് വേണം? റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ? എനിക്ക് അവിടെ കുറച്ച് നല്ല ലൈറ്റ്സ് ആയിട്ട് തോന്നുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ആവുമ്പോ ലൈറ്റ്സ് ഒക്കെ ഇവിടെ ഇട്ട് കഴിയുമ്പോ എന്തായിരിക്കും പറയാ? അടിപൊളിയല്ലേ? നമ്മളിവിടെ കുറച്ച് ദിവസം ഉണ്ട്. ഓ അയ്യോ അയ്യോ വേദൊന്നോ അപ്പ വേദൂറാൻ അപ്പ വേദൂറാൻ അപ്പ വേദൂറാൻ അപ്പ വേദൂറാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രിയ അല്ലേ? കണ കണ നൈസ്. ഭാഗ്യത്തിന് നൈസ് ക്ലൈമറ്റ്. ഓ ഇത് നല്ല അടിപൊളിയായിരിക്കും കേട്ടാ. നമ്മൾ അറിഞ്ഞില്ലല്ലോ, നന്നായി ഉറങ്ങിയില്ലേ? ബി നീഡഡ് സം സ്ലീപ്പ് ഓൾസോ. അതെ ഇനി ഇവിടെ പാടായിരിക്കും. എത്ര ബിൽഡിങ്സ് ആണെന്ന് നോക്കുക അല്ലേ? ഹ്യൂജ് ബിൽഡിങ്സ്. ആ കുറച്ച് ആവുന്നുണ്ട്. ആൻഡ് ലുക്കും അതുപോലെ തന്നെ, വെള്ളം തന്നെയല്ലേ. അപ്പൊ എനിക്ക് ചേർച്ച് സംഭവം തന്നെ പ്രിയ. ഇവിടെ ഇരിക്കാനും കുറെ സ്ഥലമൊക്കെ ഉണ്ട്. വേദുനെ ഞാൻ ഓടണം അല്ലേ? കൊറേ ഗ്രില്ലിന്റെ റെസ്റ്റോറൻറ്റ്സ്. വേറെ എവിടെ പോണ്ട? അവരെ നമുക്ക് ഇവിടെ തന്നെ 2 ദിവസം വെറുതെ സ്ഥലം കാണാൻ പോണ്ടെന്ന് പറയും. ഓ പ്രിയ സംഭവം നോക്ക് പ്രിയ, ഇതൊക്കെ നേരത്തെ വരണ്ടായിരുന്നില്ലേ നമ്മള്? See how beautiful this is. അവിടുന്ന് സിറ്റിയുടെ ഒരു സ്കേപ്പ് കാണാം. Just absolute calm and bliss. വേറെ ആരും ഇല്ല പ്രിയ. നമ്മുടെ ഏരിയ സംഭവം തോന്നുന്നു. ബാക്കില് മരങ്ങളോ വെള്ളവും. ഇവിടെ കുറെ കിഡിലൻ റെസ്റ്റോറൻറ്റ്സ്. വിലാഷ്ന്ന് അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കണ്ടാ? ഇതൊരു ഭയങ്കര കത്തിയാവാൻ സാധ്യതയുണ്ട് കണ്ടിട്ട്. നോക്കാം. ഇപ്പൊ എന്തായാലും ഇതന്നെ അല്ലല്ലോ പോകുന്നേ. ഓ ഭയങ്കര ഇഷ്ടമല്ലേ സ്ഥലം? എന്ത് ഞാനല്ല കണ്ടുപിടിച്ചത്. ഓ അവിടെ താമസിക്കണ്ട, അവിടെ ഇറങ്ങാന്ന് പറഞ്ഞതിനാണ് ഇപ്പൊ ക്രെഡിറ്റ്. അവിടുത്തെ ഒരു ദിവസത്തെ നമ്മള് പോയി റെന്റ്. അത് കറക്റ്റാ, അത് കറക്റ്റാ. ഇതേ ജാപ്പനീസ് ഉണ്ട് സൂഷി. പക്ഷെ പ്രിയക്ക് ജാപ്പനീസ് വലിയ താല്പര്യമില്ല. പ്രിയ നോക്ക് പ്രിയ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? ഈ ഒരു രാജ്യത്ത് ഇത്ര അടിപൊളിയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടാ. സംഭവം സോഡാ ബാർ. ഓ അതെ കോഫി അവിടെ കിട്ടും. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് നമ്മുടെ എൻട്രൻസിന് അവിടെ പോകേണ്ടി വരുന്നു. ഇവിടെ കോഫി ഷോപ്സ് ഇല്ല, എല്ലാം റെസ്റ്റോറൻറ്റ്സാ. ഇവിടെ കോഫി കിട്ടും. അത് ഇവിടെ കിട്ടുമല്ലോ, നോക്കട്ടെ. കിട്ടില്ല എന്ന് വിചാരിക്കുമ്പോ എങ്ങനെയാ പ്രിയ? കോഫി എന്ന് പറഞ്ഞ ബോർഡ്, വേറെ ഒന്നും കണ്ടില്ല. കറക്റ്റ് കോഫി. ഇത് കണ്ട ഔള് വേദു ഔൾ. അപ്പൊ നമുക്ക് വെളിയിലിരിക്കാലോ, അകത്ത് പോകണ്ടല്ലോ അല്ലേ? അകത്ത് നല്ലായിരിക്കും ഇന്റീരിയേഴ്സ്, പോയി നോക്കിയിട്ട് വേണമെങ്കിൽ. എങ്ങനെയുണ്ട് പ്രിയ സ്ഥലം? ഓ എവിടെയോ ഏതോ ലോകത്തിലെ എന്ന കോർണറില് നല്ല ബ്യൂട്ടിഫുൾ കഫേ, സെൽഫ് ഡിസ്കവറി കഫേ. അതെ, ഒരു ഫോർട്ട് കൊച്ചി പോയാലോ എന്നുള്ള ഫീല്. ആ മാക്രോൺസും ഉണ്ടല്ലോ അവിടെ. എനിക്ക് തോന്നുന്നു ഇനി സൈറ്റ് സീയിങ് വല്ലതും നടക്കുമോ പ്രിയ? അത് മാത്രമല്ല എനിക്കൊരു സന്തോഷം എന്താ അറിയോ? പ്രിയ ഹോട്ട് കോഫി മാറ്റി ഇപ്പൊ ഹോട്ട് ചോക്ലേറ്റ് ഫാനായി. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന അടുത്തുനിന്ന് അതേ കുടിക്കാറുള്ളൂ. ഹോട്ട് ചോക്ലേറ്റ് കോഫിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഒന്നുമല്ല, ഒരു ബന്ധമില്ല. അല്ല, കുറച്ചും കൂടെ സ്വീറ്റർ ആണ്, കുറച്ചും കൂടെ കോഫി ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. ഹോട്ട് ചോക്ലേറ്റ് പ്രിയ ഫുഡ് റിവ്യൂവിനെ കുറിച്ച് ഒന്നും പറയണ്ട. ഇഷ്ടമായി കുടിച്ചാൽ പോരെ. ഹോട്ട് ചോക്ലേറ്റ്
ഹോട്ട് ചോക്ലേറ്റിന്റെ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ആണ്. അതാണ്, അങ്ങനെയാണ് ഒരു ഫുഡിനെ കുറിച്ച് പറയേണ്ടത്. അതെല്ലാവർക്കും അറിയാം. ഹോട്ട് ചോക്ലേറ്റ് റിച്ച് ആണോ ക്രീമി ആണോ, എത്ര ഇന്റൻസ് ആണ്, കൊക്കോ ബട്ടർ ഉണ്ടോ, അതൊക്കെ അറിയണം. അല്ലാതെ സാധാരണ കോഫി അതെ, അതൊക്കെ പോട്ടെ. അപ്പൊ ഞാന് മാക്രൂൺസും കൂടെ കണ്ട സ്ഥിതിക്ക് മാക്രൂൺസും കൂടെ എടുത്ത് നമ്മുടെ കോഫി അടിക്കാം. പക്ഷെ അതിന്റെ അടിയിൽ ഒരു ചോക്ലേറ്റ് പീനട്ട് ബട്ടറിന്റെ എന്തോ കണ്ടു പ്രിയ, അതെടുത്താലോ എന്ന് ആലോചിക്കുക. ചോക്ലേറ്റ് ആൻഡ് പീനട്ട് ബട്ടർ. വെളിയിൽ പോവാം, വേദുമായിട്ട് പോയിക്കോ, ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തോണ്ട് വരാം. എന്താണ് ഇരുന്ന് സെറ്റിൽ ആയല്ലോ. ആ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ നോക്ക്, ചെറിയ കഫേലെ തന്നെ എന്തൊരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ ചെയ്ത് അവർ ചെയ്തു തന്നിരിക്കുന്നത്. ഔൾ തീം ആദ്യമായിട്ട് അങ്ങനെ ഒരെണ്ണം കാണുന്നത്. ഞാൻ കുടിച്ചു നോക്കട്ടെ, നല്ലതാണെങ്കിൽ ഞാനും ഒരെണ്ണം എടുക്കാം. ഓ, സാധാരണ ഹോട്ട് ചോക്ലേറ്റ് ഞാൻ ചിലത് കുടിക്കുമ്പോൾ ഭയങ്കര തിക്കല്ലേ, ഇറ്റ്സ് ജസ്റ്റ് മിൽക്ക് ചോക്ലേറ്റ്, ലിക്വിഡ് ചോക്ലേറ്റ്. നോ, ഇത് പെർഫെക്റ്റ് ബാലൻസ് ഓഫ് ചോക്ലേറ്റ് ആൻഡ് മിൽക്കാണ്. ഒരു പെർഫെക്റ്റ്, കാരണം ഒരു മേ ബി ഒരു 60% ചോക്ലേറ്റും 40% മിൽക്കും അതിന്റെ മുകളിലത്തെ ക്രീമി ഫ്രോത്തും സംഭവം എന്റെ പ്രിയ. അല്ലാതെ ഹോട്ട് ചോക്ലേറ്റിന്റെ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആണെന്നല്ല പറയണ്ടേ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പറയണം, അത് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. ഹോട്ട് ചോക്ലേറ്റിന്റെ കുറെ ടൈപ്സ് ഉണ്ട്. ഇതുകൊണ്ട് ബേബി ഒക്കെ ആയിട്ട് പോകുന്ന എല്ലാവരും സംഭവമാണ്. ആ വേദുവിന് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇഷ്ടമാണ്. വേദുവിന് ഈവനിങ് സ്നാക്ക് ടൈം. അതെ, ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ കാണിച്ചു തരാം. മാക്രൂൺസ്, 4 കിഡിലൻ ലുക്കിംഗ് മാക്രൂൺസ് ആൻഡ് വെരി ബിഗ്. ഇതിന് ഏകദേശം മേ ബി ക്ലോസ് ടു 90 rupees ആണ് ഒരു മാക്രൂൺസ്. സ്ട്രോബെറി പ്രിയ, just see the inside. മാക്രൂൺസിന്റെ ആ ക്രസ്റ്റിന്റെ അകത്ത് സ്ട്രോബെറി കേട്ടോ, ആൻഡ് അതിന്റെ അകത്താണ് സ്ട്രോബെറി ജാം. ഞാൻ പറഞ്ഞ പോലെ അതിന്റെ മുകളിൽ ഒരു ക്രീമും ഉണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 1.5:1 എന്ന് പറഞ്ഞാൽ അകത്തെ ഫില്ലിങ്സ് ഒക്കെ ഒരു 1.5 കാണും. ആൻഡ് വേൾഡിലത്തെ ബാറ്റർ ഓൺലി 1. ഞാൻ ഇത് അധികം കഴിക്കുന്ന കാരണം പ്രിയ വിൽ ലവ് ഇറ്റ്. നോക്കട്ടെ, ഇറ്റ്സ് സ്ട്രോബെറി, സോ ഹൗ വിൽ യു നോട്ട് ലവ് ഇറ്റ്? I'll have after this. ഇത് അന്നാലും മധുരം കാണും, കാരണം ഇവരുടെ ബൈറ്റ് എടുത്ത് നോക്ക്. കണ്ട സംഭവല്ലേ? വേണോ ഇതിനി? ഹെവൻ നോ, അത്ര അടിപൊളിയാട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, എക്സാജറേഷൻ അല്ല, ഇത്രയും ടേസ്റ്റും ഇത്രയും ഒരു ഫ്രഷ്നെസ്സും ഫില്ലിങ്ങും ഉള്ള ഒരു മാക്രൂൺ ഞാൻ കഴിച്ചിട്ടില്ല. ചോക്ലേറ്റ് ലവർ ആണെങ്കിലും മാക്രൂൺ ടു ക്യാച്ച് എ ഫ്ലൈറ്റ് ഫോർ എന്ന് വേണം പറയാം. കാരണം അത്രയും സംഭവമാണ്. ആൻഡ് ഇറ്റ്സ് ഓൺലി 90 or 80 rupees. ഇത് സംഭവമായിരിക്കും, കാരണം എന്താ, പീനട്ട് ബട്ടറും ചോക്ലേറ്റും കോമ്പിനേഷൻ വിച്ച് ക്യാൻ നെവർ ഫെയിൽ. ആൻഡ് ജസ്റ്റ് സീ ഹൗ ഹെവി ദിസ് ഇസ്. അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇറ്റ്സ് ഗോയിങ് ടു ബി സോ സ്റ്റിക്കി, സോ ചോക്ലേറ്റി, സോ ഡെൻസ്. ഇവിടെ 3 ലെയേഴ്സ് കാണാം കേട്ടോ. നടുക്ക് പീനട്ട്, അടിയിലൊരു നൈസ് ബിസ്ക്കറ്റ് ബേസ്, മുകളിൽ ചോക്ലേറ്റ്, അതും ഡാർക്ക് ചോക്ലേറ്റ്. ഒരു സ്നിക്കേഴ്സ് ഒരു 5 times ബെറ്റർ ആയ എങ്ങനെയിരിക്കും, അതാണ് സംഭവം. ലോട്ട് ഓഫ് ക്രഞ്ച് ഫ്രം ദ പീനട്ട് ആൻഡ് പീനട്ട് ബട്ടർ. അതിൻ്റെ മുകളിൽ നൈസ് ചൂവി ചോക്ലേറ്റ്, അടിയിൽ ക്രിസ്പ് ലെയർ ഓഫ് ബിസ്ക്കറ്റ്. നോട്ട് വെരി ക്രിസ്പ്, പക്ഷെ എന്നാലും ഒരു അത്യാവശ്യം ക്രിസ്പിനെസ് ഉള്ള ഒരു ബട്ടറി ഫീൽ ഉള്ള ബിസ്ക്കറ്റ്. ഇതും പ്രിയ വിൽ ഗോ മാഡ്. ഞാൻ പ്രിയനെ കൊണ്ട് ഇതും കൂടെ കഴിപ്പിച്ച് നോക്കട്ടെ. എന്താ ഇങ്ങനെ നടക്കുന്നത്? മുടിയുണ്ട്, കുളിച്ച് ഇറങ്ങിയത് ഇന്ന് ഒരു കാര്യമില്ലായിരുന്നു. ഹെയർ പാർട്ടി ഉണ്ട്, 2 മണിക്കൂർ പോയി. അങ്ങനെ പീനട്ട് ബട്ടറും ഉണ്ട്, ചോക്ലേറ്റും ഉണ്ട്. Too rich, no? Too rich. I cannot have this. കാരണം അത്രയും റിച്ച് ആണ്. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഒരു ഹൈ ആവണമെങ്കിലൊക്കെ ഒരു കഴിക്കേണ്ട സാധനമാണ്. ബട്ട് ഐ ലവ് റിച്ച് ഡിസേർട്ട്സ്. നോ, സംഭവം തന്നെ. വേദുവിനെ ആരും നോക്കുന്നില്ല, എല്ലാരും ബാക്ക്ഗ്രൗണ്ടാണ് നോക്കുന്നത്. കണ്ട ഇത്രയും ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ വേദുവിനെ ആർക്കും കാണണ്ടാന്ന്. എന്നാ ഓക്കെ, പക്ഷെ വേദുവിനെ ആർക്കും കാണണ്ടാന്ന്.
എങ്ങനെയുണ്ട് ഹോട്ട് ചോക്ലേറ്റ്? സംഭവം അല്ലേ? പെർഫെക്റ്റ് ഫോർ യു നോ. ഈ നല്ല ചോക്ലേറ്റി ആണ്. ഈ ഒരു വ്യൂവും ഈ ഒരു ക്ലൈമറ്റും അടിപൊളി. ഹെവൻ. അവിടെ ഐസ്ക്രീം ഇരിക്കുന്നു. ഹെവൻ. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അറിയില്ല. ഇവിടുത്തെ ദിവസങ്ങൾ കുറഞ്ഞു വരുന്ന എനിക്കൊരു ഡൗട്ട്. നമ്മൾ എവിടെ, അമേരിക്കയിലാണോ? അല്ല, ജോർജിയയിലല്ലേ? കേട്ട് എല്ലാരും പാടുന്ന കേട്ടു. അതെ, ഇവിടെ തൊട്ട് സൈഡിലാണ് സൂപ്പർ മാർക്കറ്റ്. ഇത് പക്ഷെ ചെറുതാ. എന്തൊക്കെയാ വാങ്ങാനുള്ള? വെള്ളം, ഗാർബേജ് ബാഗ്, ബോഡി വാഷ് ഉണ്ടല്ലോ, ബോഡി വാഷ്, ബോഡി ക്രീം, പിന്നെ നമ്മുടെ ബോഡി വാഷ്. നോക്കട്ടെ ഇവിടെ ഉണ്ടോന്ന്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ കഫേന്ന് ഇവിടെ തൊട്ട് സൈഡിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ചെറുതാണ്. വരെ നോക്കട്ടെ. പ്രിയ, എല്ലാം കിട്ടിയല്ലേ? അതെ, നമ്മൾ എന്തായാലും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ പ്രൈസ് കാണിക്കണം. റഷ്യയിലെ കാണിച്ചു, ഇവിടെ കാണിക്കണം. ഇവിടെ നമ്മൾ എടുത്ത എല്ലാ സാധനവും കൂടെ ഒരു ഒരു ഇങ്ങനത്തെ വലിയ വെള്ളം വാങ്ങിച്ചു, പിന്നെ ഗാർബേജ് കവർ വാങ്ങിച്ചു, പിന്നെ ഒരു ഷവർ ജെൽ വാങ്ങിച്ചു. നമ്മുടെ വാങ്ങി. പിന്നെ ഒരു പാക്കറ്റ് ജ്യൂസ് വാങ്ങിച്ചു. അത്രേ ഉള്ളൂ. എല്ലാം കൂടെ 382 ഇന്ത്യൻ റുപ്പീസ്. അപ്പൊ എന്തായാലും ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ അകം എന്താ കാണിക്കാത്തെന്നറിയോ? നമ്മൾ എന്തായാലും പ്രൈസസ് കാണിക്കും സൂപ്പർ മാർക്കറ്റിൽ. സോ ദാറ്റ് ഇവിടെ വരുന്നവർക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ വിയേർഡ് സൂപ്പർ മാർക്കറ്റ് ഫുഡും ട്രൈ ചെയ്യണ്ടേ. അപ്പൊ 2 സൂപ്പർ മാർക്കറ്റ് വ്ളോഗ്സ് വരുന്നതായിരിക്കും. അടിപൊളി. ഇരുട്ടിയിട്ടില്ല, നടന്നോ? 9 മണിയായി. പ്രിയ, സമയം 8:53 രാത്രി. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്. അടുത്ത ക്ലൂ ആണ്. പിന്നെ ഇവിടെ കൊറേ ബൗബോ ഉണ്ട്. വേദു, എത്ര ബൗബോ നോക്ക്. കൊറേ ക്ലൂ കിട്ടിക്കാണ് ഇപ്പൊ തന്നെ. ഏകദേശം ടൈമിംഗ് അങ്ങനെയാണ്. ഇവിടെ കൊറേ ഡോഗ്സ് ഉണ്ട്. അതെല്ലായിടത്തും ഉണ്ട്, നാട്ടിലും ഇവിടെ കൊറേ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ കൊറേ നടക്കാനുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ക്ലൂ അല്ലേ? ഇവിടെ കണ്ടോ, ഞങ്ങൾ ഇത്രയും വാങ്ങിച്ചതിന് 350 രൂപയായുള്ളൂ. ഇനി എന്താ ക്ലൂ കൊടുക്കണ്ടേ? ഒന്നുമില്ല, അവളല്ല ഹാപ്പിയാണ്, അത് മാത്രം പറയാം. ഐസ്ക്രീം വേണം. വേദൂന്ന് ഐസ്ക്രീം ഒന്നും ഇപ്പൊ ഇല്ല. അപ്പ അമ്മയൊക്കെ മാറി വലിച്ചോണ്ട് പോകുന്നുണ്ട്. വേദു കഴിക്കത്തൊന്നുമില്ല, വെറുതെ അതിനോട് ഫോട്ടോ എടുക്കാനാ. ഐസ്ക്രീം കോണിന് ബാ വേദു. അത് നമ്മൾ ആക്ച്വലി ഒരു 1 വീക്ക് ബാക്ക് ആണ് ഈ ഒരു 1 വീക്ക് അല്ല, ഒരു 6 days ബാക്കാണ് ഈ ഡിസിഷൻ എടുത്തത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് വരാനിരുന്നതാണ്. പക്ഷേ റഷ്യ കഴിഞ്ഞ് നാട്ടിലേക്ക് വരാനിരുന്നതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലറിയാലോ, കോവിഡ് കേസസ് ആർ ഗോയിങ് റിയലി ബാഡ്. കേരള ഇസ് ദ വേഴ്സ്റ്റ് ഇൻ ഇന്ത്യ. ആൻഡ് നമ്മളിപ്പോൾ കേരളത്തിൽ വന്നാലും ഇനി നമുക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റിയ റിസോർട്ട്സൊക്കെ ഓപ്പൺ ആണ്. പക്ഷേ അത് കണ്ടിഞ്ഞ് വേറെ ആരെങ്കിലുമൊക്കെ ചെയ്ത് അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്കൊരു ഗിൽട്ടി ആയിരിക്കും. സോ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുത്ത് എന്തായാലും എപ്പോഴെങ്കിലും വന്ന് വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ മാക്സിമം നമ്മളത് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ആൻഡ് വേറൊരു കാര്യം റിയലൈസ് ചെയ്തത്, നമ്മൾ ഈ യാത്ര ചെയ്യാൻ ഈ ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും അല്ലാതെ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിലത്തെ എക്സ്പെൻസസ് തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറഞ്ഞ് മാനേജ് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു ട്രാവലിൽ പഠിച്ചത്. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ നമ്മുടെ റഷ്യയിൽ അടുത്താണ് ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലം. വലിയ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും ഇല്ല, റേറ്റ് ഇല്ല. ആൻഡ് വിസ ഈസ് ഓൾസോ കമ്പാരിറ്റീവ്ലി വെരി ചീപ്പ്. സോ നമ്മൾ വിചാരിച്ചു ഇവിടെ ഒരു 2 ആഴ്ച നിന്നിട്ട് പോവാം. അപ്പോഴേക്ക് ഹോപ്പ്ഫുള്ളി 2 അല്ല, ഒരു 3 ആഴ്ച നിന്നിട്ട് പോവാം. അപ്പോഴേക്ക് ഹോപ്പ്ഫുള്ളി നാട്ടിലത്തെ കേസസ് ഒക്കെ ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അറിയില്ല, ഇനിയിപ്പോൾ ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവുന്ന സിറ്റുവേഷൻ അറിയില്ല. സോ അതാണ് ഒരു സബ്മറി വൈ വി ഡിഡ്ന്റ് ഗോ ബാക്ക് ഹോം എന്നുള്ളത്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ നാളെ ബ്രേക്ക്ഫാസ്റ്റ് OHF ഡെയിലി കണ്ടുകൊണ്ടിരിക്കാം. ഇതുപോലെ തന്നെ റഷ്യയിൽ സപ്പോർട്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആൻഡ് ഇനി ഡിന്നറിന് പോകാം. മെയിൻ സംഭവം ഇത് തന്നെയാണ്, ഇരുട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. നമുക്ക് ലേറ്റ് ആയിട്ട് ഇറങ്ങാമല്ലോ രാവിലെ. അതൊരു വലിയ അഡ്വാൻറ്റേജാ അല്ലേ പ്രിയ? വലിയ അഡ്വാൻറ്റേജാ. നമ്മള് രാത്രിയാണ് നമ്മുടെ വർക്ക് ഒക്കെ നടക്കുന്നത്. അപ്പൊ കിടക്കുമ്പോ 3 മണി 4 മണിയോ. 4 മണിക്ക് കിടക്കുമ്പോ ഇവിടെ വെളുത്ത് ഇങ്ങനെ രാവിലെ സൺറൈസ് കഴിഞ്ഞു. അപ്പൊ ഞാൻ അയ്യോ ഉറങ്ങണ്ടേ. അപ്പൊ അയ്യോ ഉറങ്ങില്ല, ഇനി സമയം ഉറങ്ങാം, വാ കിടക്കാം വേഗം. നാട്ടിലൊക്കെ ആലോചിക്കാൻ പറ്റും, ഒരു 9-9:30 ആകുമ്പോ ഇതുപോലെ കിഡ്സ് അപ്പോഴാണ് വെളിയിലേക്ക് ഇറങ്ങുന്നത് കളിക്കാൻ തന്നെ. വാ ഡിന്നർ, നൈസ് പ്ലേസ്. വാ ഡിന്നർ കഴിക്കാം. പ്രിയ, കണ്ടാ ഭയങ്കര സംഭവമൊന്നും അല്ലല്ലോ അല്ലേ? കറണ്ട് ഒന്നും ഇല്ലാത്തത്. അടിയിപ്പ് ഞാൻ നോക്കി, സംഭവമാണ്. പക്ഷെ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല.
ഭയങ്കര മ്യൂസിക്കാ, ലൗഡ് മ്യൂസിക്കാ. പക്ഷെ എന്നാലും നോക്കാം, ജോർജിയൻ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് കുറേ ആയി. കുറേ അല്ല, കഴിച്ചിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. തുറക്ക്. നമ്മുടെ അപ്പാർട്ട്മെന്റിലുള്ള റെസ്റ്റോറന്റ്. അപ്പാർട്ട്മെന്റിന്റെ ഉള്ളില്, കോംപ്ലക്സിന്റെ ഉള്ളില് സമ്മേക്കുണ്ട്. അങ്ങനെയുണ്ട് പ്രിയ വൈബ്. കോഫി ഷോപ്പ് എന്തായിരുന്നു അതുപോലെ തന്നെ ഇതും. എന്തെങ്കിലും ഇന്റീരിയേഴ്സ് ഷൂട്ട് ആണെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ഇത് അവിടെയൊക്കെ നോക്ക്, ആ ബാസ്കറ്റ്സ് ഒക്കെ ഇരിക്കുന്നു. എന്താ പ്രിയക്ക് ഇന്റീരിയേഴ്സ് കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. എന്തായാലും കാണിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്നെ ആയിരിക്കും പറയുന്നത്. പ്രിയ ജോർജിയൻ ഫുഡ് ആദ്യമായിട്ട് ഞാനും കഴിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ സ്ഥലമാണ്. ഫസ്റ്റ് വൺ കച്ചപ്പൂരി എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ പീഡിയയില്ലേ, ടർക്കിഷ് പീഡിയ അറിയും, അതിന്റെ ഒരു സംഭവം ഓർഡർ ചെയ്ത അതിന്റെ ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ ഇന്റീരിയേഴ്സ് പ്രിയക്ക് കൊടുത്തിട്ട് പ്രിയക്ക് ഒരു നാണം എല്ലാവരുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പോയെടുത്ത് പ്രിയ ഞാൻ കാണിച്ചുതരാം. ഇതെന്താ ലൈറ്റ്സും ഈ ഒരു കയറിലൊക്കെ ചെയ്തിരിക്കുന്നു. കുറെ ജോർജിയൻ പെയിന്റിങ്സ് ഉണ്ട്. ഞാൻ ചെയ്തോളാം, ചെയ്യാൻ വയ്യാത്ത ഒരു കമന്റ് ചെയ്യണ്ട. ഒരു ഈഗിളൊക്കെ ഇരിക്കുന്നു. ആലോചിക്കണം, ദിസ് റെസ്റ്റോറന്റ് ഇൻസൈഡ് അപ്പാർട്ട്മെന്റ്. ഇവിടെ ഇത് കണ്ടോ, മോസ് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നല്ല ഇന്റീരിയേഴ്സ് ആണ്, വെരി വെൽ ഡൺ. ബാസ്കറ്റ്സ് പോലത്തെ സാധനമൊക്കെ ഇരിക്കുന്നു. ഇതൊരു ബിയർ ഡിസ്പെൻസർ ആണ്, എനിക്കത് പഴയ രീതിയിലുള്ള ബിയർ ഡിസ്പെൻസർ. സംഭവം തന്നെ നല്ല ഇന്റീരിയർ, വെരി വാം കോസി. എസ്പെഷ്യലി വിന്റേഴ്സിൽ ഭയങ്കര നല്ല ഫീൽ ആയിരിക്കും. ഇത് കണ്ട ഫയർ ലോഗ് ഒക്കെ വെച്ചിരിക്കുന്നത് പറയാ, ഫയറൊക്കെ കത്തിക്കാനേ നല്ല രസമായിട്ടുണ്ട് ഈ ഭാഗം, ഡെക്കറേഷൻ ഒക്കെ. അയ്യോ, ഇവരുടെ മസാജ് ആണെന്ന് തോന്നുന്നു കണ്ട, ഇങ്ങനെ നിന്നൊക്കെയാ മസാജ് ചെയ്യുന്നോ, നേരത്തെ വരും നിന്ന് ഒടിച്ചെടുത്ത് വരും. അങ്ങനെ കിട്ടിലൻ ജോർജിയൻ ഫുഡ് വന്നിട്ടുണ്ട് എന്റെ പ്രിയ. സംഭവം തന്നെ. ഇത് പൊട്ടേറ്റോ വിത്ത് പോക്ക് ആണ്, പേരൊന്നും എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് സം പൊട്ടേറ്റോ വിത്ത് റോസ്റ്റ് പോക്ക്. ഇത് സംഭവമാണ് ജോർജിയയുടെ മെയിൻ ഫുഡ്, കച്ചപ്പൂരി. ഇത് അത് ജോർജിയയുടെ വേർഷൻ. ദിസ് ഇസ് ലൈക്ക് ഒരു റണ്ണിങ് എഗ് വിത്ത് സം ഗ്ലോറിയസ് ചീസ് ആൻഡ് സം extremely well baked bread to the perfection. Just see this. ഒരു പിക്ചറിന്റെ ഒക്കെ ഒരു ലുക്ക് ഇല്ലേ, ഒരു ഡ്രോയിങ്ങിന്റെ ഒരു ഐലൻഡ് പോലെ ഉണ്ട്. എന്തുകൊണ്ട് ഒരു ഐലൻഡ് പോലെ ഉണ്ട്. ഐലൻഡ്. ഇനി പ്രിയയുടെ ഇതൊരു ബീഫ് സ്റ്റൂ വിത്ത് സം പോർക്ക് ആൻഡ് പൊട്ടേറ്റോസ് ആണ്. ആൻഡ് ലുക്സ് സോ ഗുഡ്. അല്ല, ഇറ്റ്സ് എ ഡിഷ്. നമ്മുടെ റിസോർട്ടോ ഒക്കെ ഇല്ലേ, ലസാന ഒക്കെ ഇല്ലേ, അതുപോലത്തെ. ആൻഡ് ജസ്റ്റ് സീ ഹൗ ഗുഡ് ദ പ്ലേറ്റിംഗ് ഇസ്. വെരി നൈസ്. ഐ ടോട്ടലി അൺഎക്സ്പെക്ടഡ് അല്ല ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അപ്പാർട്ട്മെന്റിലെ ഫുഡ് ഇത്ര അടിപൊളിയാവുന്നത്. അടിപൊളി. ആ പ്രിയയുടെ ഞാൻ ആദ്യമേ കഴിക്കാം എന്ന് വിചാരിച്ചു, കാരണം പ്രിയക്ക് ഭയങ്കര വിശപ്പ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അല്ലാതിന്റെ ഒരു ജീനിയുടെ ലാമ്പ് പോലെ ഇല്ലേ, റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫുഡ് വരും. പറഞ്ഞു കൊടുക്കട്ടെ. സം ഫാറ്റി പീസസ് ഓഫ് ബീഫ്, സം എക്സ്ട്രീംലി വെൽ റോസ്റ്റഡ് പൊട്ടേറ്റോ, എഗ് പ്ലാന്റ്സ് ഉണ്ട്. ആൻഡ് നോക്കട്ടെ, ആ ബീഫൊക്കെ വരുന്നത് തന്നെ നോക്കട്ടെ. കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ബി സോ ഫുൾ ഓഫ് ഫ്ലേവർ, പാക്ഡ് വിത്ത് ഫ്ലേവർ ആയിരിക്കും. നോക്കട്ടെ, നൈസ് ഫാറ്റി പീസസ് ഓഫ് ബീഫ്. സ്റ്റീമിംഗ് ഹോട്ട് ആൻഡ് ഒരു അറോമ ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രോങ് അല്ല, പക്ഷെ ഒരു ഫീൽ ഗുഡ് ആണ്. എനിക്ക് അറോമ തെറാപ്പിയൊക്കെ ചെയ്യണമെങ്കിൽ എനിക്കിത് കോൾഡൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നാൽ മതി, എൻ്റെ മൂക്കിലത്തെ ശരിയാവും. നല്ല ബീഫും അതിൻ്റെ കുറെ ഗ്രേവിയും. ബീഫ് ഞാൻ പറയില്ല, ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റിയാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പൊ വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം. പക്ഷെ ഈ എഗ് പ്ലാന്റിന്റെ ഒരു സ്റ്റിക്കിനെസ്സും ആ പൊട്ടേറ്റോന്റെ ഒരു ഡെൻസ്നെസ് ഒക്കെ കൂടെ വന്നിട്ട് ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡിഷ്. ഒരു ചെറിയ സൂപ്പിനെസ് ഉണ്ട് ഡിഷിന്. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് ഒരു ബീഫ് സ്റ്റൂ ഇല്ലേ, തിക്ക് ബീഫ് സ്റ്റൂ, പക്ഷെ കോക്കനട്ട് മിൽക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. ആൻഡ് ഐ തിങ്ക് പ്രിയ വിൽ ലവ് ഇറ്റ്. കാരണം പ്രിയക്ക് ബ്രെഡ്സിനൊക്കെ കടിച്ചിട്ട് ഇങ്ങനത്തെ മീറ്റ് ആൻഡ് പൊട്ടേറ്റോ ഡിഷസ് ആണ്. ഈ പൊട്ടേറ്റോ റിസോ ഈ ബീഫിന്റെ ഗ്രേവിയിൽ മുങ്ങി കിടന്ന് ഭയങ്കര ഒരു ഫ്ലേവർ. ബേസിക്കലി ഇറ്റ്സ് ബീഫ് ആൻഡ് പൊട്ടേറ്റോ സ്റ്റൂ വിത്തൗട്ട് അവർ കോക്കനട്ട് മിൽക്ക്. ഈ സാധനം എങ്ങനെയാ കഴിക്കേണ്ടത്? എനിക്കൊന്ന് ഇവിടെ നിന്ന് അറ്റത്തുനിന്ന് എടുത്ത്, എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെ കഴിക്കേണ്ടതെന്ന്. ഇത് എഗ് യോക്ക് നമുക്കൊന്ന് പൊട്ടിച്ച് ഇതിലൊക്കെ മിക്സ് ചെയ്ത്, ഓഹോ ലുക്കായിട്ടുണ്ട്. എഗ് ആൻഡ് ചീസ് നോക്കട്ടെ. സോസ് എഗ് യോക്കാണ്.
What is the taste? Bread is the best I've ever had. ഈസ്റ്റിന്റെ ഫ്ലേവർ ഇങ്ങനെ കേറി നിൽക്കുവാണ്. ഇറ്റ് ഇസ് സോ വെൽ ബേക്ഡ്. ജോർജിയ, ഐ എം കമ്മിങ് സൂൺ ജോർജിയ. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഈ ബ്രെഡ് മാത്രമായിട്ട് കഴിച്ചാൽ യു നോ ദ ക്വാളിറ്റി ഓഫ് ദ ഫ്ലവർ, എഗ്, അതിൻ്റെ മിക്സിങ്, അതിൻ്റെ റൈസിങ്, അതിൻ്റെ കൺസിസ്റ്റൻസി. ഇറ്റ്സ് സോ സോഫ്റ്റ് ഓൺ ദി ഇൻസൈഡ്, പെർഫെക്റ്റ്ലി ബേക്ഡ് ആൻഡ് ടോസ്റ്റഡ് ഓൺ ദി ഔട്ട് സൈഡ്. ഞാൻ പറഞ്ഞില്ല, വെളിയിൽ നിന്ന് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ക്വാളിറ്റി ആയിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ്. ഇതിൽ ആ ചീസും എഗ്ഗും ആ ബ്രെഡും കൂടെ വന്നു കഴിയുമ്പോൾ ആ ബ്രെഡിൻ്റെ ഒക്കെ ക്വാളിറ്റി നോക്ക്, ആ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി നോക്ക്. അകത്ത് എന്തൊരു സോഫ്റ്റാണെന്ന് അറിയോ. ദിസ് ലുക്ക് സോ അപ്പീലിംഗ് നോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സം എക്സലൻ്റ്ലി വെൽ മെയ്ഡ് പോർക്ക് ആൻഡ് പൊട്ടാറ്റോസ് ആൻഡ് സം ഫ്രഷ് ഹെർബ്സ്. വേറെ ഒന്നുമില്ല, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ആ ജ്യൂസൊക്കെ ഡ്രിപ്പ് ചെയ്യുന്ന നോക്ക്. ജ്യൂസ് നിങ്ങൾക്ക് ഗ്ലിസ്നിങ് കാണാമല്ലോ. സച്ച് ഗുഡ് കുക്ക്. ഐ സീരിയസ്ലി ഡോണ്ട് നോ. ചിലപ്പോൾ എനിക്ക് ഫുഡിന് ഇത്ര ഇഷ്ടമായിട്ട് എനിക്ക് ജെനുവൻലി നിങ്ങളുടെ അടുത്ത് നല്ല ഫുഡ് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും ഞാൻ ഇതുവരെ നമ്മുടെ റഷ്യ തുടങ്ങി ഇവിടെ വരെ ചെയ്ത എല്ലാ ഫുഡ് വ്ളോഗ്സും ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല, കാരണം ചിലതൊക്കെ മോശവും, അതുകൊണ്ട് ഞാൻ വ്ളോഗ് പബ്ലിഷ് ചെയ്യാറില്ല. ഇവിടെ പക്ഷെ ഒറ്റ സ്ഥലം പോലും അല്ല പറയാ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളത് നിങ്ങളുടെ അടുത്ത് എത്തിക്കാറില്ല, എത്തിക്കാതെ വന്നിട്ടുമില്ല. ആ സമയത്ത് കഴിച്ച ഫുഡൊക്കെ outstanding. This pork is so good. Just see the juice falling down. ഇതൊക്കെ പോക്കിന്റെ ജ്യൂസാണ്. ഇത് ആക്ച്വലി സോഫ്റ്റ് അല്ല, പക്ഷെ ഐ ലവ് സച്ച് പോക്ക്. ഇതൊരു ജേർക്കിയുടെ ഒക്കെ ഫ്ലേവറാണ്, നല്ല റോസ്റ്റ് ഫ്ലേവർ. അതിലൂടെ പൊട്ടാറ്റോസും കൂടെ വന്നു കഴിയുമ്പോൾ, ഓണിയൻസിന്റെ സ്വീറ്റ്നെസ്സും കൂടെ വന്നു കഴിയുമ്പോൾ, ആൻഡ് ആ പോക്കിന്റെ ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ചൂയിയാണ്. അതും കൂടെയാണ് ആ പൊട്ടാറ്റോന്റെ സോഫ്റ്റ്നെസ്സിന് ഇത്രയും ക്വാളിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ഡിഷിനെ ഇത്രയും നന്നായി കോംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിൻ്റെ ഈ ഡ്രിങ്കും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും എവിടെയാണ്. എന്തോ ലൈമിന്റെ സംതിങ് ആണ്, ഭയങ്കര ടേസ്റ്റ് സംഭവമല്ല. ഇത്രയും കഴിച്ചിട്ട് കറക്റ്റ് 1080 rupees ഇൻക്ലൂഡിങ് ഈ ലൈം ജ്യൂസ്. അത് ഭയങ്കര ക്വാണ്ടിറ്റി. എനിക്ക് ആക്ച്വലി തീർക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു കുറച്ചും കൂടെ കഴിച്ചിട്ട് പോകണം. വേസ്റ്റ് ചെയ്യില്ല, ഞാൻ കുറച്ചും കൂടെ കഴിക്കുന്നത്. പിന്നെ പൊട്ടാറ്റോസ് ആണ് ഫുള്ള്. ടൊമാറ്റോസ് എനിക്ക് ഇഷ്ടമല്ല, അപ്പൊ പൊട്ടാറ്റോസും കൂടെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് റൂമിൽ പോകാമല്ലോ അല്ലേ? എന്നിട്ട് നമുക്ക് റിവീൽ ചെയ്യാം. വേണം പോരാ, നാളത്തെയും കൂടെ ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നുള്ളൂ. സോ ഹായ് എവ്രി വൺ, എ വെരി ഗുഡ് മോർണിംഗ്. ആൻഡ് ആക്ച്വലി ഇന്ന് വെരി ഗുഡ് മോർണിംഗ് ആണ്, കാരണം ഇന്നലെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു. ബട്ട് ടുഡേ ഇന്ന് കണ്ട ഇറ്റ്സ് നോട്ട് ദാറ്റ് സണ്ണി. ആൻഡ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകല്ല, വാങ്ങിക്കൊണ്ട് വരും. പ്രിയയും വേദമൊക്കെ റെഡി ആവുന്നതേ ഉള്ളൂ. നമ്മൾ ഇനി തൊട്ട് ഒരു 2.5 weeks ഈ ഒരു രാജ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എവിടെയാണ് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് പറയാം, കാരണം മിക്കവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടായിരിക്കില്ല കാണുന്നത്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് പ്ലേസ് റിവീൽ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അടുത്ത് പോയി, ഞാൻ ആക്ച്വലി ഇവിടെ കുക്ക് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെയാണ് നമ്മൾ സെയിന്റ് പീറ്റർസ്ബർഗ് ഒക്കെ ചെയ്തത്. ആ വീഡിയോ പോയാട്ടോ, നല്ലൊരു വീഡിയോ ആയിരുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ, ഞങ്ങൾ റഷ്യയുടെ ഡേ ഇൻ മൈ ലൈഫ് അത് പോയി. പക്ഷേ ഇതെന്താ ഇവിടെ ക്രാക്ക് പോലെ വല്ലതും ഉണ്ടോ? ഓക്കെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇന്നത്തെ ദിവസം ഞാൻ നല്ല ബ്രെഡ്സ് ഒക്കെ കണ്ടു. ഇതുണ്ട്, എന്തൊരു സോഫ്റ്റ് ക്രോസോണ്ട് ആണ് ഇവിടുത്തെ ബ്രെഡ്. ഞാൻ പറഞ്ഞില്ല, അടിപൊളിയാണ്. കുറച്ച് ഷുഗർ കോട്ടഡ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് സം ഷുഗർ ആൻഡ് സം സോഫ്റ്റ് ക്രോസോണ്ട് അല്ല, ഒരു നല്ല ഹാർട്ട് ഷേപ്പ് ബ്രെഡ്. സോ സ്റ്റാർട്ടിങ് ദ ഡേ വിത്ത് ലവ് ആൻഡ് സം സാൻഡ്വിച്ച്. സോസേജ് ഞാൻ പിന്നെ നാളത്തേക്കൊക്കെ ഉണ്ടാക്കിയതാണ്, അല്ല വാങ്ങിയതാണ്. അതല്ലാതെ ഞാൻ ഇന്നലെ കുറച്ച് ജ്യൂസും വാങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ സിർണിക്ക് ബാക്കിയുണ്ട്, അതും കഴിക്കാം. ഈ ജ്യൂസ് ഇത്രയും മതിയല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഗൈസ്, ആപ്പിൾ ജ്യൂസും കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാൻ മറന്നുപോയി. എന്തായാലും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങുന്നതായിരിക്കും. പക്ഷെ അതിന് മുമ്പുള്ള ചലഞ്ച്, ഈ വേഗം ശാഖ ഡ്രസ് എല്ലാവരും വെളിയിൽ ഇറങ്ങില്ലാന്ന്, അതുകൊണ്ട് നടക്കുമോ രാവിലെ തന്നെ.
ഓക്കെ, അപ്പൊ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ താഴെ പോയിട്ട് ഓക്കെ പറയാം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഒരു 2 minutes കൂടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും യു ഗൈസ് ആർ ഗോയിങ് ടു ലവ് ഇറ്റ്. അതല്ലാതെ ഒരുപാട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സർപ്രൈസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോവാണ് ആൻഡ് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. എവിടെയാണ്? 1 2 3 വെൽക്കം ടു. അയ്യേ അങ്ങനെയല്ല പറയാ, വെൽക്കം ടു എന്ന് പറയാ. ഒന്ന് പറ, ഒന്ന് വേഗം പറയോ. 1 2 3 വെൽക്കം ടു യുക്രൈൻ. അതെ, നമ്മൾ യുക്രൈനിലാണ്. ഹൈഫൈ. ഓ ഇതിനായിരുന്നു ഇത്രയും വലിയ കാര്യമാണ്, ഇതൊക്കെ വലിയ കാര്യമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയല്ലേ. അത് എസ്പെഷ്യലി നമ്മൾ ബേൺ ഔട്ട് വരാതെ, ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ മടുപ്പ് വരാതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ യുക്രൈൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവിടെ വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പം നാട്ടിൽ സിറ്റുവേഷൻ ഇസ് വെരി ബാഡ് ആൻഡ് ഇവിടെ ആകുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ ബ്ലോഗ് ചെയ്യാം, കുറേ കൂടെ കണ്ടന്റ്സ് കൊണ്ടുവരാം, നല്ല രസകരമായ സാധനങ്ങൾ, ഫുഡും കാഴ്ചകളൊക്കെ എത്തിക്കാം. ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഇല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമ്മൾ യുക്രൈനിലെ കാഴ്ചകൾ നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ 3 ആഴ്ച റിട്ടേൺ ടിക്കറ്റ് സത്യമായിട്ടും ബുക്ക് ചെയ്തിട്ടില്ല. സോ നമ്മളിനി യുക്രൈൻ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമായിരിക്കും. സോ ജോയിൻ us every day at 10 AM ടു എക്സ്പ്ലോർ യുക്രൈൻ വിത്ത് OHF. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ കാണാനായിട്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.